അപ്പോൾ ഇതുവരെയുള്ള ഏരിയാസൊക്കെ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഓൾമോസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രോബ്ലം കൂടെ നോക്കിയിട്ട് ഈ ചാപ്റ്റർ തൽക്കാലം ക്ലോസ് ചെയ്യാം. അപ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഫിനാൻസ് ഇൻകത്തിൽ നിന്നും ഫിനാൻസിങ് ലീസിൽ നിന്നും പിന്നെ ഓപ്പറേറ്റിംഗ് ലീസിൽ നിന്നും ഓരോ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് ജേണൽ എൻട്രീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിലിനി വരാവുന്ന ഒരു കേസ് ഡിപ്രിസിയേഷൻ വരാമെന്നുള്ളതാണ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇനി ഒരു ടേം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അൺഏൺഡ് ഫിനാൻസ് ഇൻകം. ഇത് സാധാരണ എന്താ പറയുക, അൺഏൺഡ് ഫിനാൻസ് ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്താണെന്ന് നോക്കണം. നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്താണെന്നുള്ളത്. It is the difference between the minimum lease payments and the present value of the minimum lease payment. മിനിമം ലീസ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു ലീസ് എഗ്രിമെൻറ്റിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ലെസർക്ക് കൊടുക്കുന്ന ലീസ് പേയ്മെൻറ്റ്സിനെയാണ് മിനിമം ലീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ലീസ് എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മിനിമം എത്ര ലീസ് എമൗണ്ട് ലെസർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് മിനിമം ലീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് മിനിമം ലീസ് പേയ്മെൻറ്റിന് തന്നെ നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും പറയാറുണ്ട്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് ലെസർക്ക് പ്രൊവൈഡ് ചെയ്തു അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തി. ഇതെന്ന് പറയുമ്പം ലീസ് എമൗണ്ട് മാത്രമായിരിക്കില്ല. ചില കേസിൽ അറ്റ് ദ എൻഡിൽ ചില സർട്ടൻ എമൗണ്ട് റെസിഡ്യൽ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ടാകും, പേയ്മെൻറ്റ് നടത്തുന്നുണ്ടാകും. ഈ എമൗണ്ട് കൂടെ ഇൻക്ലൂഡഡ് ആണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോ മെയ്ഡ് ബൈ ലെസ്സി ടു ലെസർ ഈസ് നോൺ ആസ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ മിനിമം ലീസ് പേയ്മെൻറ്റ്. ഈ മിനിമം ലീസ് പേയ്മെൻറ്റും ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ മിനിമം ലീസ് പേയ്മെൻറ്റ്സ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന ലീസ് പേയ്മെൻറ്റ് അതിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് നമ്മളുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ എമൗണ്ടിനെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അസറ്റ് ഏത് എമൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഏതാണോ ലോവർ വാല്യൂ അതിലായിരിക്കും നമ്മൾ അസറ്റിനെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നതിന് നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മളുടെ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഓരോ ഇയറിലും കൊടുക്കുന്ന ലീസ് പേയ്മെൻറ്റിൽ നിന്ന് സർട്ടൻ എമൗണ്ട് അതിലെന്തുണ്ടാകും, ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ലീസ് പേയ്മെൻ്റ് ആയിട്ട് കാണിക്കുന്നത്. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ആ ലീസ് പേയ്മെൻറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് എമൗണ്ടിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് എക്സ്ക്ലൂഡ് ചെയ്ത് ബാക്കി വരുന്ന എമൗണ്ടാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രസൻറ്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അവിടെ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ, നമ്മൾ ഇപ്പോൾ 15%, 10% എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തരും. ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഇംപ്ലിസിറ്റ് റേറ്റിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ആ റേറ്റിലുള്ള പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ടാണ് നമ്മൾ ലീസ് പേയ്മെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന ലീസ് പേയ്മെൻറ്റിൽ നിന്ന് അവിടെ ഇൻകർ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് എമൗണ്ടിനെ എക്സ്ക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മിനിമം ലീസ് പേയ്മെൻറ്റ്സും ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ മിനിമം ലീസ് പേയ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഫിനാൻസ് ചാർജസ് എന്താണെന്നുള്ളത് പഠിച്ചു. ഫിനാൻസ് ചാർജസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആണ്. നമ്മൾ ലീസ് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ എത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻസ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ടേം ചെയ്തിട്ടുള്ളത്.
ഈ ടോട്ടൽ ഫിനാൻസ് ചാർജസ് എത്രയാണോ ഒരു ഇയറിൽ അല്ലെങ്കിൽ ടോട്ടൽ ലീസ് പേയ്മെൻറ്റിൽ ലീസ് ടേമിൽ വരുന്നത്, ഈ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ നമ്മൾ കൊടുക്കുന്ന ലീസ് പേയ്മെൻറ്റിൽ എത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, ഇതിനെയാണ് നമ്മൾ അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ലീസ് എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ അൺഏൺഡ് ഫിനാൻസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇൻട്രസ്റ്റ് ഇൻകം ഡ്യൂ ആയിട്ടേ ഉള്ളൂ, നമുക്കത് റിസീവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ അൺഏൺഡ് എന്ന് പറയുന്നത്. നമ്മൾ ഏൺ ചെയ്യാത്ത ഇൻകം ആയതുകൊണ്ടാണ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Okay, and this amount amortizes on the income statement as interest income as the lease is repaid. എങ്ങനെയാണ് നമ്മൾ ഈ അൺഏൺഡ് ഫിനാൻസ് ഇൻകത്തിനെ ട്രീറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ലീസ് എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റും നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും നമ്മളുടെ ഡിഫറൻസ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ഈ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന എമൗണ്ടിനെ ടോട്ടലി നമ്മൾ എന്ത് ചെയ്യും, അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അക്കൗണ്ട് ചെയ്യും അല്ലെങ്കിൽ ജേർണലൈസ് ചെയ്യും അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലീസ് ടേം. ആൻഡ് ഓരോ ഇയർ എൻഡിൽ അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ ഫിനാൻസ് ചാർജ് പേ ചെയ്യുന്നത്, നോർമലി ഒരു ഇയറിൻ്റെ എൻഡിലാണ് നമ്മൾ ഫിനാൻസ് ചാർജസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഓരോ ഇയറിലും എപ്പോഴാണോ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത് അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്നുള്ള ഹെഡിൽ നിന്ന് എമൗണ്ട് നമ്മളതിനെ അമോർട്ടൈസ് ചെയ്യും അല്ലെങ്കിൽ നമ്മളതിനെ അലോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ ഇയറിലും എത്ര വരുന്നു എന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ എക്സ് ലിമിറ്റഡ് എൻറ്റേർഡ് ഇൻ ടു ആൻ ലീസ് എഗ്രിമെൻറ്റ് വിത്ത് വൈ ലിമിറ്റഡ് ടു പർച്ചേസ് എ മെഷീനറി ഫോർ 12 lakh ഓൺ 1st April 2015. അപ്പോൾ 1st April 2015 ഈ ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്. എക്സ് ലിമിറ്റഡ് ഇവിടെ ലെസ്സിയാണ് ആൻഡ് വൈ ലിമിറ്റഡ് ആണ് ലെസ്സർ. ഓൺ ദാറ്റ് ഡേറ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ അസെറ്റ് വാസ് 15 lakh. ഓക്കെ, ആൻഡ് ദ ലീസ് എഗ്രിമെൻറ്റ് പ്രൊവൈഡഡ് ഫോർ ദ ഫോളോയിങ് ടേംസ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കൊടുത്തത്? ലീസ് ടെനർ എന്ന് പറയുന്നത് 36 month ആണ്, അതായത് 3 years ആണ് അവിടെ ലീസ് ടെനർ ആയിട്ട് വരുന്നത്. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. ആനുവൽ ലീസ് റെൻ്റൽ 5 lakh. അപ്പോൾ 3 year നമ്മൾ 5 lakh ആണ് ലീസ് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് ഗ്യാരണ്ടീഡ് റെസിഡ്യൽ വാല്യൂ കൊടുത്തിട്ടുണ്ട് 2 lakh ആണ്. ഗ്യാരണ്ടീഡ് റെസിഡ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ലീസ് ടേം കഴിയുന്ന സമയത്ത് ലെസ്സർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന റെസിഡ്യൽ വാല്യൂവിനെയാണ് 2 lakh എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇതും നോർമലി ക്യാഷ് ഔട്ട് ഫ്ലോ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ആൻഡ് കാൽക്കുലേറ്റ് ദ അൺഏൺഡ് ഫിനാൻസ് ഇൻകം. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ ലെസ്സറുടെ അക്കൗണ്ട്സിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ വരുന്ന ജേർണൽ എൻട്രീസ് ആണ് എഴുതാനുള്ളത്. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ച് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 15 lakh ആണ്. 5 lakh ആണ് ആനുവൽ ലീസ് റെൻറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇയർ നമ്മൾ 5 lakh വെച്ചിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. 3 ഇയറിലായിട്ട് 15 lakh കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലീസ് ടേം കഴിയുന്ന സമയത്ത് 2 lakh എക്സ്ട്രാ റെസിഡ്യൽ വാല്യൂ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ, അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്തിരുന്ന ഫിനാൻസ് ലീസിൻ്റെ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെ ടോട്ടൽ പേയ്മെൻറ്റിന് നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇത് ഫോർമാറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ചെയ്ത കാൽക്കുലേഷൻ സെയിം ആണ്. നമ്മൾ ഫിനാൻസ് ലീസ് ചെയ്ത സമയത്ത് ഈ പെർട്ടിക്കുലേഴ്സ് എന്നുള്ള കോളം ഉണ്ടാവില്ല. അതിന് പകരം ഇവിടെ നിങ്ങൾക്ക് ലീസ് പേയ്മെൻറ്റ് എന്നുള്ള ഹെഡ് കൊടുത്താൽ മതി. ഓക്കെ, ലീസ് പേയ്മെൻ്റ് ആണ് നമുക്ക് ഈ ഒരു കോളത്തിൽ കൊടുക്കേണ്ടത്. ഫസ്റ്റ് 3 years ആണ് നമുക്ക് ഇയേഴ്സായിട്ട് വരുന്നത്. അപ്പം 3 years നമുക്ക് 5 lakh പ്ലസ് ലാസ്റ്റ് ഇയറിൽ, അതായത് 3rd year നമുക്ക് റെസിഡ്യൽ വാല്യൂ എന്നുള്ളൊരു കാറ്റഗറിയിൽ 2 lakh കൂടെ ക്യാഷ് ഔട്ട് ഫ്ലോ ആയിട്ട് വരുന്നുണ്ട്. ക്യാഷ് ഔട്ട് ഫ്ലോ അപ്പോൾ ടോട്ടൽ 7 lakh നമുക്ക് ലാസ്റ്റ് ഇയറിൽ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, 10% നിങ്ങൾക്ക് പ്രസൻറ്റ് വാല്യൂ ടേബിൾ യൂസ് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കാണാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നേരിട്ട് തരുന്നുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി,
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 1.10, അതായത് 1+%. ആൻഡ് സെക്കൻഡ് ഇയറിലാകുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ 1.10 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും നിങ്ങൾക്ക് പി വി ഫാക്ടർ കിട്ടും. അത് നിങ്ങൾക്ക് സാധാരണ ക്വസ്റ്റ്യനിൽ തരാറുണ്ട്. അപ്പോൾ എത്രയാണോ 10% ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പി വി ഫാക്ടർ എത്രയാണോ ഈ റേറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ടോട്ടൽ ലീസ് പേയ്മെൻറ്റ്സിനെ അല്ലെങ്കിൽ ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂ കാണുക. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കിട്ടിയിരിക്കുന്ന നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ലീസ് പേയ്മെൻറ്റ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് നോക്കുക, വിച്ച് ഈസ് 17 lakh. ആൻഡ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ ടോട്ടൽ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ ലീസ് പേയ്മെൻറ്റ്സ്, മിനിമം ലീസ് പേയ്മെൻറ്റിൻ്റെ ടോട്ടൽ എത്രയാണ്? 13,93,200. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഇനി അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറയുന്നത്. അതായത് 17 lakh മൈനസ് 13,93,200 ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ടോട്ടൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് പേയ്മെൻറ്റ്സിൽ 17 lakh പേയ്മെൻറ്റിൽ ലീസ് പേയ്മെൻറ്റ്സ് ആയിട്ട് പോയിരിക്കുന്നത് 13,93,200 ആണ്. ബാക്കി എമൗണ്ട് 3,06,800 എന്ന് പറയുന്നത് എന്താണ്? അൺഏൺഡ് ഫിനാൻസ് ഇൻകം ആണ്. അതായത് അത്രയും എമൗണ്ട് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ഫിനാൻസ് ലീസ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്രസൻറ്റ് വാല്യൂ കണ്ടിട്ടുള്ളത്, ആ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് ആണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അൺഏൺഡ് ഫിനാൻസ് ഇൻകം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഫസ്റ്റ് നമ്മൾ ഫിനാൻസ് ലീസിൽ ചെയ്തതുപോലെ തന്നെ ചെയ്തു പോയാൽ മതി. അക്കൗണ്ടിങ് ജേണൽ എൻട്രീസ് എഴുതുന്ന സമയത്ത് ഒരു ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. നമുക്ക് ജേണൽ എൻട്രീസിൽ നോക്കാം. അപ്പോൾ ഇത്രയും ഫസ്റ്റ് നിങ്ങൾ ചെയ്യുക, അൺഏൺഡ് ഫിനാൻസ് ഇൻകം വരെ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് നിങ്ങൾ കണ്ടത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫിനാൻസ് ലീസിൽ കണ്ടതുപോലെ തന്നെ എത്രയാണ് നമുക്ക് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്, ഓരോ ഇയറിലും എത്ര ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നു, എത്ര ലീസ് പേയ്മെൻറ്റ് വരുന്നു, അതാണ് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. 3 ഇയറിൽ എത്ര ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും ഫോർമാറ്റിൽ ചെറിയ വ്യത്യാസം മാത്രമാണ്. നമ്മൾ ഫസ്റ്റ് കോളായിട്ട് കൊടുത്തിട്ടുണ്ടാവുക ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്നുള്ളതാണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ നമുക്ക് ഇവിടെ എത്ര എമൗണ്ട് എഴുതാൻ പറ്റുക? ടോട്ടൽ ലീസ് പേയ്മെൻറ്റ്, മിനിമം ലീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 13,93,200 ആണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് 15 lakh ആണ്. അപ്പോൾ വിച്ച് എവർ ഈസ് ലോവർ എന്നുള്ള വാല്യൂയിലാണ് നമ്മൾ അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഈ എമൗണ്ടിലേക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. 13,93,200 ആണ് ലോവർ വാല്യൂ. അപ്പോൾ ഇതുകൊണ്ട് ഈ എമൗണ്ടിലാണ് നമ്മൾ അസറ്റിനെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിലുള്ള ഫോർമാറ്റ് കീപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് ജസ്റ്റ് ഫോർമാറ്റിൽ ഒരു ചെറിയ ഡിഫറൻസ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. ട്രീറ്റ്മെൻറ്റ് സെയിം തന്നെയാണ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് അസറ്റിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ഡയറക്റ്റ്ലി 13,93,200 നിങ്ങൾക്ക് എഴുതിയാലും മതി. അത് ഫസ്റ്റ് നിങ്ങൾക്ക് എഴുതി വെച്ചാലും മതി. ദെൻ അവിടെ നമ്മൾ നെക്സ്റ്റ് കോളായിട്ട് കൊടുത്തിട്ടുണ്ടാവുക ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആയിരിക്കും. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എത്ര വരുന്നു എന്നുള്ളതാണ്. അതിന് ശേഷമാണ് ലീസ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവുക. അത് ഓർഡർ കമ്പൽസറി അല്ല, ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് വെച്ചിട്ട് ഇപ്പം തൽക്കാലം ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ലീസ് പേയ്മെൻറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. 5 lakh ആൻഡ് ലാസ്റ്റ് ഇയറിൽ 5 lakh + 2 lakh റെസിഡ്യൽ വാല്യൂ കൂടെ വരുന്നതാണ്. ആൻഡ് അതിൽ എത്രയാണ് നമുക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരുന്നത്? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്? ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൽ വരുന്ന ഇൻട്രസ്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്താ ഉണ്ടാവുക? അസറ്റിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ
10% നിങ്ങൾ കാണുക. ഇവിടെ 13,93,200 10% ആണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതെഴുതുക. ആൻഡ് ഈ ലീസ് പേയ്മെൻറ്റും ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും പേയ്മെൻറ്റ് ടുവേർഡ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കോളത്തിലുണ്ടാവുക. അതായത് ടോട്ടൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലീസ് പേയ്മെൻറ്റിൽ 1,39,320 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എമൗണ്ട് കഴിഞ്ഞ് ബാക്കി വരുന്ന ഈ ഒരു എമൗണ്ടാണ് നമ്മളുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ലീസ് എമൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത് 3,60,680 ആണ്. അപ്പോൾ അത് മാത്രം നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള എമൗണ്ട് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, ദെൻ അതിനുശേഷം ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മളുടെ അസറ്റിൻ്റെ വാല്യൂ എത്രയാണോ അതിൽ നിന്ന് ഫസ്റ്റ് ഇയർത്തെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ബാക്കി എത്ര എമൗണ്ട് വരുന്നു, അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ കഴിഞ്ഞ ഫോർമാറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കോളത്തിലേക്ക് പിന്നെ എടുത്തെഴുതുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ 10% എത്രയാണോ അത് നമ്മൾ ഡയറക്റ്റ്ലി ഇൻട്രസ്റ്റ് കോളത്തിൽ എഴുതുകയാണ് ചെയ്തത്. ഇവിടെ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിനെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഒന്നുകൂടെ ഇങ്ങോട്ട് എടുത്തെഴുതി എന്നുള്ളത് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, ഒന്നെങ്കിൽ ഈ കോളത്തിൻ്റെ ഇത് വെച്ച് 10% കണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതിയതിന് ശേഷം അതിൻ്റെ 10% കണ്ട് ഇൻട്രസ്റ്റ് എഴുതാവുന്നതുമാണ്. ആൻഡ് ഇത് നമ്മളുടെ ഡിഫറൻസ് ആയിരിക്കും ഡി കോളത്തിൽ എഴുതേണ്ടത്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഇയറും റിപ്പീറ്റ് ചെയ്യുക. ലാസ്റ്റ് ഇയറിൽ എത്തുന്ന സമയത്ത് എമൗണ്ട് നില്ലായിരിക്കും. അതായത് എമൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, ലീസ് ടേം എൻഡ് ചെയ്തു, അപ്പോൾ നിൽ വാല്യൂയിലേക്ക് നമ്മൾ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് എത്തും. ഇത്രയാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ എഴുതാനുള്ളത്. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇത് ഇൻട്രസ്റ്റ് ഓരോ ഇയർത്തെയും ലീസ് പേയ്മെൻറ്റിൻ്റെയും ഇൻട്രസ്റ്റ് എമൗണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജേർണലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വൈ ലിമിറ്റഡ് അക്കൗണ്ടിൽ മാത്രമാണ്, ലെസ്സറുടെ അക്കൗണ്ടിൽ മാത്രമാണ് നമുക്ക് ജേർണലൈസ് ചെയ്യാനുള്ളത്. ഇവിടെ അൺഏൺഡ് ഫിനാൻസ് ഇൻകം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ലെസ്സറുടെ ബുക്കിലാണ് ചെയ്യുന്നത്. ലെസ്സിയുടെ ബുക്കിൽ നമ്മൾ എങ്ങനെയാണോ നേരത്തെ ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ജേർണലൈസ് ചെയ്യേണ്ടത്. അതായത് ഓരോ ഇയറിൽ നമ്മൾ ഡ്യൂ ആവുന്ന സമയത്ത് പേയ്മെൻറ്റ് നടത്തുന്നത് പോലെ തന്നെ ചെയ്യുക. ലെസ്സറുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, ലീസ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് അസറ്റ് സെയിൽ ചെയ്തിട്ടുള്ള എൻട്രി എഴുതിയിട്ടുണ്ടാകും. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്ന ഓരോ ഇയറിലും ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്ന എൻട്രി, ആൻഡ് ഫിനാൻസ് ചാർജസ് ഡ്യൂ ആവുന്ന എൻട്രിയും റിസീവ് ചെയ്യുന്ന എൻട്രിയും, അങ്ങനെ നമ്മൾ ഡ്യൂ ആൻഡ് റിസീവ് എന്നുള്ള ബേസിസിലാണ് ഓരോ ഇയറിലും ചെയ്തിട്ടുണ്ടാവുക. ഇൻസ്റ്റാൾമെൻറ്റ് കേസിലാണെങ്കിലും. ആൻഡ് അറ്റ് ദ എൻഡ് നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻസ് ഇൻകം എന്നുള്ളത് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണ് ഫിനാൻസ് ലീസിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടാവുക. അൺഏൺഡ് ഫിനാൻസ് ഇൻകം ആണ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ, ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ ഒരു ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത്. അതായത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, എക്സ് ലിമിറ്റഡ് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട് ഫസ്റ്റ് എൻട്രി അതാണ് വരിക. അതുപോലെ തന്നെ എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട് എത്ര വരും, 13,93,200 ആ ഒരു എമൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത്. പ്ലസ് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതുപോലെ കമ്പൈൻഡ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻട്രി ആയിട്ട് എക്സ് ലിമിറ്റഡ് ഡെറ്റർ ടു അസറ്റ് ഫസ്റ്റ് നിങ്ങൾക്ക് എഴുതാം, അതായത് അസറ്റിൻ്റെ സെയിൽ നടത്തിയ എൻട്രി. ആൻഡ് അതിന് ശേഷം അൺഏൺഡ് ഇൻകം ഡ്യൂ ആയിരിക്കുന്ന എൻട്രി എഴുതുക, അതായത് എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു അൺഏൺഡ് ഫിനാൻസ് ഇൻകം. ഇത് കമ്പൈൻ ചെയ്ത് എഴുതിയതാണ് ഈ ഒരു എൻട്രി, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും എഴുതാം. അൺഏൺഡ് ഫിനാൻസ് ഇൻകം എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3,06,800 ആണ് നമുക്ക് ടോട്ടൽ നമുക്ക് കിട്ടാനുള്ള ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏൺ ചെയ്തിരിക്കുന്ന ഇൻകം നമുക്ക് ലെസ്സർക്ക് റിസീവ് ചെയ്തിട്ടില്ല, പക്ഷേ ഡ്യൂറിങ് ദ ലീസ് ടേം അവർക്ക് റിസീവ് ചെയ്യാനുള്ള എമൗണ്ടാണ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറയുന്നത്. 3,06,800 ആണ്. അപ്പോൾ ഈ എമൗണ്ട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ജേർണലൈസ് ചെയ്യാം.
ഇനി ഓരോ ഇയറിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫിനാൻസ് ഇൻകം ഡ്യൂ ആവുന്ന എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. ഓരോ ഇയറിലും നിങ്ങൾക്ക് ആൻഡ് അതുപോലെ തന്നെ ലാസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഇത് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതുള്ളൂ, ഇനി നിങ്ങൾക്ക് ഓരോ ഇയർ വരുന്ന സമയത്ത് ഈ അൺഏൺഡ് ഫിനാൻസ് ഇൻകത്തിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൽ നിന്ന് ഓരോ ഇയറും നിങ്ങൾ എമൗണ്ടിനെ എമോർട്ടൈസ് ചെയ്താൽ മതി. നമ്മൾ ടോട്ടൽ എമൗണ്ടിനെ ഫസ്റ്റ് തന്നെ അൺഏൺഡ് ഫിനാൻസ് ഇൻകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ നിന്ന് നിങ്ങൾ ഓരോ ഇയറും എന്ത് ചെയ്യുക, ഫിനാൻസ് ഇൻകം ഓരോ ഇയറും എത്ര ഫിനാൻസ് ഇൻകം വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സ്റ്റെപ്പ് 2-ൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത്. ആ എമൗണ്ടിന് നിങ്ങൾ ഓരോ ഇയറും ട്രാൻസ്ഫർ ചെയ്യുക, അൺഏൺഡ് ഫിനാൻസ് ഇൻകത്തിൽ നിന്ന് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇയറിലത്തെ എൻട്രി നമ്മൾ പറഞ്ഞു. ആൻഡ് അതുകൂടാതെ എന്ത് വരും, ഫസ്റ്റ് ഇയറിൻ്റെ ലീസ് പേയ്മെൻറ്റ് നമുക്ക് റിസീവ് ചെയ്യാനുണ്ട്. ലീസ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു എക്സ് ലിമിറ്റഡ് ലീസ് എമൗണ്ട് 5 lakh നമുക്ക് കിട്ടി. അതുപോലെ ആ ഇയർ എൻഡിൽ നമുക്ക് ഫിനാൻസ് ഇൻകം റിസീവ് ചെയ്യുന്നുണ്ട്. ഈ ഫിനാൻസ് ഇൻകം നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. അൺഏൺഡ് ഫിനാൻസ് ഇൻകത്തിൽ നിന്നാണ് നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അൺഏൺഡ് ഫിനാൻസ് ഇൻകത്തിൽ ടോട്ടൽ 3,06,800 ഇപ്പോൾ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എത്ര എടുക്കുക, ഫസ്റ്റ് ഇയറിൽ ഡ്യൂ ആയിരിക്കുന്ന റിസീവ് ചെയ്തിരിക്കുന്ന 1,39,320 നമ്മൾ എടുത്തു, ക്രെഡിറ്റ് ചെയ്തു. ഫിനാൻസ് ഇൻകം എന്നുള്ള ഹെഡിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇയറിൽ ഇതുപോലെ തന്നെ ലീസ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന എൻട്രി ആൻഡ് ഫിനാൻസ് ഇൻകം റിസീവ് ചെയ്യുന്ന എൻട്രി, അതായത് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന എൻട്രി, അവിടെയും നമ്മൾ അൺഏൺഡ് ഫിനാൻസ് ഇൻകത്തിൽ നിന്നാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ് ഇയറിലും സെയിം മെത്തേഡ്. ഇവിടെ എന്ത് വരുന്നില്ല, ഇവിടെ നമ്മൾ ലാസ്റ്റ് ഇയറിൽ ഓരോ ഇയറിൽ നമ്മൾ എൻഡിൽ പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മളിത് അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്നുള്ള ഹെഡിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നാണ് നമ്മൾ എമൗണ്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം വരുന്ന കേസിൽ ചെയ്യാനുള്ളത്. ഈ ഒരു ലെസ്സറുടെ അക്കൗണ്ടിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ലെസ്സിയുടെ അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ.